അമ്മൽ ഖസ്മുൽ മഹമൂദു, മഹമൂദായ ഒരു ഓഹരി, മൂന്നാല് ഓഹരി പറഞ്ഞല്ലോ നമ്മളെ ഇൽമിനെ നമ്മൾ മൂന്നായി ഭാഗിച്ചു എന്നല്ലേ വരുന്നത്. അതെ, 3 ഓഹരിയാ. അതിൽ ഒന്നാമത്തെ ഓഹരി എന്താ? മഹമൂദായ ഒരു ഓഹരിയുണ്ട്. ആ മഹമൂദായ ഓഹരി ഇലാ അഖ്സായത്തിൽ ഇഖ്തിസാഇ, അങ്ങേയറ്റത്തിന്റെ അങ്ങേയറ്റം, നേടി 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 അങ്ങേയറ്റത്തിന്റെ അങ്ങേയറ്റം, ഞാൻ അപ്പുറമൊന്നും ഇല്ല. അങ്ങനെ അഖ്സയിലേക്ക് വാഴ്ത്തപ്പെടുന്ന ഓഹരിയായ ഇൽമി ഏതാണ്? ഇനി ഒരു അപ്പുറം ഇൽമില്ല കേട്ടോ, അങ്ങ് എത്തിക്കഴിഞ്ഞു. അത് ബഹുവാൽ ഇൽമു ബില്ലാഹി തആല, അള്ളാഹിനെ കൊണ്ടുള്ള അറിയുന്ന വിജ്ഞാനം. ഒബിസിഫാത്തി, അള്ളാന്റെ ഗുണങ്ങള്, വഅഫ്ആലി, അല്ലാഹു തആലാന്റെ കർമ്മങ്ങള്, വസുന്നത്തി, അല്ലാഹു തആലാന്റെ നടപ്പുകൾ, അള്ളാഹ് എന്തൊക്കെ സൃഷ്ടി നടപ്പാക്കുന്നത് അത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അറിയുക എന്നുള്ളതാണ് ആ മഹമൂദായ ഇൽമ്. അതിന്റെ അപ്പുറഞ്ഞൊന്നുമില്ല. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എന്ത് പഠിക്കുന്നു, എന്തെടുക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് കാണുന്നു, എന്തിന് സഞ്ചരിക്കുന്നു, എന്തിന് ജീവിക്കുന്നു, ഇതിന്റെ എല്ലാം അന്തിമ ഫലം അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുക, അറിയുക എന്നുള്ളത് തന്നെയാണ്. എന്താ അള്ളാഹിന്റെ സുന്നത്ത്? ബി ഖൽഖിഹി, അല്ലാഹു തആല സൃഷ്ടികളിൽ അള്ളാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ലോകത്ത് കാണുന്നുണ്ടല്ലോ, അതൊക്കെ അള്ളാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹിന്റെ ചര്യകളും അള്ളാഹിന്റെ പ്രവൃത്തികളുമാണ്. അതുപോലെ വഹിക്മത്തിഹി, അല്ലാഹു തആലാന്റെ ഹിക്മത്ത്, ഫീ തർതീബിൽ ആഖിറത്തി അല ദുനിയാ, ദുനിയാവിനെ മേൽ ആഖിറത്തിനെ ക്രമീകരിക്കുന്നു. എങ്ങനെയാണ് ആഖിറത്ത് നേടിയെടുക്കേണ്ടത് ദുനിയാവെന്ന്, അത്തരം കാര്യങ്ങളിലുള്ള ഹിക്മത്ത്, ആ ഹിക്മത്തിനെ കുറിച്ചൊക്കെ അറിയുക. ഇതൊക്കെ തന്നെയാണ് അങ്ങേയറ്റത്തെ ഇൽമ്. മറ്റൊരു ഇൽമൊന്നും ദുനിയാവിലില്ല. ഈ ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അത് ആഖിറത്ത് കാണും ചെയ്യും. അപ്പൊ ഇന്നഹാദ, അപ്പോൾ ഇത് ഇൽമുൻ മത്ലൂബുൻ ലിദാത്തിഹി, അത് അള്ളാഹു, ആ ഇൽമിന്റെ ദാത്തിന് വേണ്ടി തേടപ്പെട്ട ഇൽമ തന്നെയാണ്. അതാണ് ഇൽമ്, അത് അതിന്റെ ദാത്തിന് വേണ്ടി തേടപ്പെട്ട ഇൽമ. മാത്രമല്ല ഒരു തവസ്സുബിഹി ഇലാ സഅത്തിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വിജയത്തിലേക്ക് ആ ഇൽമ കൊണ്ടാണ് എത്തിപ്പെടുക. അതിനുമുള്ളൊരു ഇൽമാണ് ഈ ഇൽമ്, അതിനുവേണ്ടി തേടപ്പെട്ട ഇൽമാണ്. അപ്പൊ ആ ഇൽമ് സ്വന്തം നിലക്ക് തന്നെ മഹമൂദായി, അതോടുകൂടി തന്നെ, അത് തേടപ്പെട്ടതോടുകൂടി തന്നെ അതുകൊണ്ട് വിജയത്തിലേക്ക് എത്താനും കഴിയും. അങ്ങനെയാ അപ്പൊ ആ ഇൽമിനെ കരസ്ഥമാക്കുന്നതിൽ കഴിവത്രണ്ട് മഖ്ദൂറായതിന് ചെലവഴിക്കല്, ഇലാ ഖിസൽ ജുഹുദി, പരിശ്രമത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് അതിനെ ചെലവഴിക്കുക എന്നുള്ളത് ഖുസൂർ അൻ ഹദ്ദിൽ വാജിബി, ഒരു വാജിബിന്റെ അതിർത്തി എന്താണോ ആ അതിർത്തിയെ തൊട്ടത് ഖുസൂർ, ചുരുക്കമാണ്. വാജിബായത് കിട്ടിയിട്ട് ചുരുക്കാണത്, കഴിയൂല. എത്ര പരിശ്രമിച്ചാലും കിട്ടൂല, ചുരുക്കാണ്. കാരണം ഫഇന്നഹു, നിശ്ചയമായിട്ടും ഈ പറയുന്ന ഹദ്ദുൽ വാജിബ്, അതൽ ബഹർ, ഒരു സമുദ്രമാണ്. അല്ലദീ, അങ്ങനത്തെ സമുദ്രം, ലാ യുദ്റഖു ഖൗറുഹു, അതിന്റെ ആഴമെത്തിനെന്ന് കണക്കാക്കാൻ കഴിയൂല. ആ രൂപത്തിലുള്ള ആഴത്തിലുള്ള ഒരു സമുദ്രമാണ് ഈ പറയുന്ന ഹദ്ദുൽ വാജിബ്. അപ്പൊ ആ ഹദ്ദുൽ വാജിബിന് നമ്മൾ എത്ര തേടി എത്തിച്ചാലും എത്താൻ കഴിയൂല, അത് ചുരുക്കം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ചുറ്റിച്ചഞ്ചരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അലാ സവാഹിലിഹി വാത്തിറാഫിഹി, ആ ഹദ്ദുൽ വാജിബ് ഏതാണോ ആ വാജിബിന്റെ ചുറ്റുവട്ടത്തിലൂടെയും അതിന്റെ തെല്ലിലൂടെയും സഞ്ചരിക്കുകയാണ്. സമുദ്രം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ തീരത്തിൽ കൂടി തെറ്റുപാത്രത്തോട് ചുറ്റിപ്പറ്റി നടക്കുന്നു എന്നേ ഉള്ളൂ. യസ്സറലഹും, അവന് എത്ര എളുപ്പമായത് അതനുസരിച്ച് കഴിയുള്ളൂ, വേറൊന്നും കഴിയൂല. എന്നാൽ ഈ ഹദ്ദുൽ വാജിബാവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന വിജ്ഞാനം ഉണ്ടല്ലോ, ഈ വിജ്ഞാനത്തിന്റെ സമുദ്രത്തിന്റെ തെല്ലുകളിൽ കടന്നുപോയിട്ടില്ല. ഇല്ലംബിയാവുൽ ഔലിയാവു, അമ്പിയാക്കളും ഔലിയാക്കളും റാസിഖൂന ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ അഗാധ ജ്ഞാനം നേടിയ നല്ല ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ, അവർക്കൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. ഓലെ സഞ്ചരിച്ചു പോയത് എങ്ങനെ? അലാ ഇഖ്തിലാഫി ദറജാത്തിൻ, അവർക്ക് ഓരോ സ്റ്റാൻഡേർഡുകളുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ്. അമ്പിയാക്കൾ പല രീതിയിൽ പോയി, ഔലിയാക്കൾക്ക് വേറൊരു രീതിയിൽ, റാസിങ്ങൾ മറ്റൊരു രീതിയിൽ. ഇവർക്ക് ചെന്നെത്തുന്ന ഒരേ കേന്ദ്രത്തിലേക്കാണ്.
ഏതാണ് ആ കേന്ദ്രം? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ആ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ആ തെല്ലിന്റെ ഭാഗത്തിലൂടെ സഞ്ചരിച്ച പോലെയുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം. അതെങ്ങനെയാണ്? അവർക്ക് സ്റ്റാൻഡേർഡ് മാറിപ്പോകുന്നത്. ഈ മഹാന്മാരുടെയൊക്കെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, റാസിഖീങ്ങൾ, ഇവരുടെ ഹക്കുകൾ അല്ലാഹുത്തആല എന്ത് കണക്കാക്കിയോ അതിന്റെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. അതനുസരിച്ച് ഇവരുടെ കഴിവിന്റെ വ്യത്യാസങ്ങൾ, ഇതനുസരിച്ച് കൊണ്ടാണ് ദറജകൾ വ്യത്യാസപ്പെടുന്നത്. ആ രൂപത്തിൽ അങ്ങനെ പോയി അർത്ഥം. ഇതാണ് ഒളിപ്പിച്ചു വെക്കപ്പെട്ട വിജ്ഞാനം. അല്ലദീ അങ്ങനത്തെ മക്നൂനായിരിക്കുന്ന വിജ്ഞാനം ലാ യുസത്തറു ഫിൽ കുതുബി, ഗ്രന്ഥത്താളുകൾ അതിനെ രേഖപ്പെടുത്താൻ കഴിയുമല്ല. അങ്ങനെയുള്ള വിജ്ഞാനം ഇതാണ്. യുഈനു അലൈഹി ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ആ വിജ്ഞാനത്തിന്റെ മേൽ എന്താണെന്നറിയാം. അതല്ല വയുഈനു അല തനബ്ബുഹിഹു, എന്നാൽ അതിലേക്ക് ഉണരുക എന്നതിന്റെ മേൽ എന്താകും? സഹായിക്കും. എന്ത്? അത്തഅല്ലമു, പഠനം. വമുശാഅത്തു അഹ്വാലി ഉലമാഇൽ ആഖിറത്തി, പണ്ഡിതന്മാർ, ഉഖറവിയായ പണ്ഡിതന്മാർ അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക എന്നതുകൊണ്ടേ എന്താകാൻ പറ്റുള്ളൂ? ആ മക്നൂനായി ഒളിഞ്ഞു കിടക്കുന്ന വിജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. കിതാബിന്റെ ഗ്രന്ഥത്താളൊന്നും എഴുതി വെക്കാനും പിടിപ്പിക്കാനൊന്നും കഴിയൂല. കമാസയത്തി അലാമത്തും ഉഖറവിയായ പണ്ഡിതന്മാരുടെ അടയാളം എന്താണെന്ന് ശേഷം വരുന്നത് പോലെ. ആദാവി അംവരിൽ അമ്രി, ഇപ്പൊ പറഞ്ഞത് കാര്യത്തിന്റെ ആരംഭത്തിൽ തന്നെയുള്ള സംഗതിയാണിത്. ലാസ്റ്റ് പിന്നല്ലേ. വയുഈനു അലൈഹി ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ സഹായം ലഭിക്കുന്ന മുജാഹദത്തു റിയാദത്തു. മുജാഹദ, റിയാദ. മുജാഹദ നല്ലോണം അധ്വാനിക്കണം, ശരീരത്തെ നല്ലോണിട്ട് പഠിപ്പിക്കണം. റിയാദയും അങ്ങനെ തന്നെയാണ്. എന്ത്? ഹലാലായത് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മുഴുവനും എടുക്കാതെ അത്യാവശ്യം മാത്രം എടുത്ത് ഹലാലുകളൊക്കെ വെടിഞ്ഞ് ശരീരത്തെ പാകപ്പെടുത്തി സുഖത്തിലാക്കാതെ ആഖിറത്തിലേക്കുള്ള നേട്ടത്തിനെടുക്കണം. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് അത് കഴിയുള്ളൂ. മാത്രമല്ല വതസ്ഫിയത്തുൽ ഖൽബി, ഹൃദയത്തെ നല്ലോണം കടഞ്ഞു തെളിയിക്കണം. അതുകൊണ്ട് സഹായം കിട്ടും ആഖിറത്തിൽ. വതഫരിയഹു, ആ ഹൃദയത്തെ ഒഴിവാക്കിയെടുക്കണം. അൻ അലായിഖി ദുനിയ, ദുന്യാവിന്റെ എല്ലാ ബന്ധങ്ങളെ തൊട്ട് ഒഴിവാക്കി കടഞ്ഞു തെളിയിച്ച ഹൃദയമുണ്ടോ അതുകൊണ്ട് കിട്ടും. ഈ പറഞ്ഞ വിഷയത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഏത് ഈ പറഞ്ഞ റിയാദ, മുജാഹദ എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അമ്പിയാക്കൾ, ഔലിയാക്കൾ സാദൃശ്യമാവണം. അങ്ങനെ ആയാലൊക്കെ ലഭിക്കുകയുള്ളൂ. എന്തിന്? മിൻഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി. ലികുല്ലിസാഇൻ, എല്ലാ അധ്വാനിക്കുന്ന ആളുകൾക്കും വെളിവായി കിട്ടണം. ഇലാ ത്വലബിഹി, ഈ തേടപ്പെടുന്ന ഏതാണോ അള്ളാഹുവിനെ തേടുന്നത്, ആ തേടപ്പെടുന്നതിലേക്ക് അധ്വാനിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഇൽമിൽ നിന്ന് വെളിവായി കിട്ടണം. അതന്നെ. അതെങ്ങനെ? ബിഖദ്രി റിസ്ഖി, അല്ലാഹു തആല നൽകുന്ന കണക്കനുസരിച്ച്. അല്ലാതെ ബിഖദ്രിൽ ജുഹുദി, പരിശ്രമത്തിന്റെ കണക്ക് കൊണ്ടല്ല. പരിശ്രമിച്ചു നോക്കുക എന്നേ ഉള്ളൂ, കണക്കല്ല തരുന്നതാണ്. വലാകിൻ, എങ്കിലും ലാനവിഹി, ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല തരുന്നതെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ പറ്റും. അധ്വാനിക്കണം. അപ്പൊ അധ്വാനത്തൊട്ട് ആവശ്യം തീരൂല, അധ്വാനിക്കേണ്ടതുണ്ട്. വൽ മുജാഹദത്തു, അപ്പോൾ മുജാഹദ, അധ്വാനം എന്ന് പറയുന്ന ജിഹാദ്, മിഫ്താഹുൽ ഹിദായത്തി, അത് ഹിദായത്ത് കിട്ടാനുള്ള താക്കോലാണ്. അപ്പൊ ഹിദായത്ത് പൂട്ടിക്കിടക്കുകയാണ്, തുറക്കണമെങ്കിൽ താക്കോല് വേണം. ആ താക്കോല് മുജാഹദയാണ്. ലാ മിഫ്താഹ ലഹാ, ഹിദായത്തിന് വേറെ താക്കോലില്ല. സിവാഹ, ഈ മുജാഹദയല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കളൊക്കെ മുജാഹിദീങ്ങളായി ജീവിച്ചത്. ആ ജിഹാദ് നമ്മൾ എടുക്കണം. എന്ന് ആഖിറത്തിൽ ഹിദായത്ത് ലഭിക്കും, ദുനിയാവിൽ ഹിദായത്ത് കിട്ടും. താക്കോലുണ്ടാക്കാൻ പരിശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഇൽമു മഹമൂദായ ഇൽമാണ്. ഈ മഹമൂദായ ഇൽമ് തേടൽ അനിവാര്യമാണ്. തേടി 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 പോയാലും അതിന്റെ അറ്റത്തേക്ക് എത്താൻ കഴിയുമില്ല. അത്രയും വലിയൊരു സമുദ്രമാണ്. അള്ളാഹ് കണക്കാക്കിയത് കിട്ടും. അള്ളാഹ് കണക്കാക്കിയത് കിട്ടും എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. റിയാദയും മുജാഹിദയും വേണം, എന്നാൽ ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.